ഇപ്പം ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കാൻ ഇടതിന്റെ ഒരു നയം ഇപ്പോൾ അങ്ങനെയാണ്. അല്ല അത് ഇപ്പോൾ പിന്നെ എന്താ പറയുക, വേഷം കെട്ടിയോണ്ട് ആട്ടിൻതോലിട്ടുകൊണ്ട് ചെന്നായ ഒരിക്കലും ആടാവില്ലല്ലോ. ഈ തോലിനുള്ളിൽ യഥാർത്ഥ ചെന്നായ ഇരിക്കുന്നുണ്ടല്ലോ. അയ്യപ്പ ഭക്ത സംഗമം എത്ര നടത്തായാലും മറ്റേ തേങ്ങ 10 അരച്ചാലും താളല്ലേ കറി എന്ന് ചോദിച്ച മാതിരി ഇവരെത്ര അയ്യപ്പ ഭക്ത സംഗമം നടത്തിയാലും 2018 അയ്യപ്പ ഭക്തരുടെ കണ്ണീര് തോരും. അന്ന് അവരെ മുഴുവൻ വിഷമിപ്പിച്ചുകൊണ്ട് ചാക്ക് കെട്ടിയിട്ടാണെങ്കിലും 2 സ്ത്രീകളെ സന്നിധാനത്ത് കൊണ്ടുപോയി യുവതീ പ്രവേശനം നടത്തി എന്ന അഹങ്കാരത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടല്ലോ. ഞങ്ങൾ എന്തൊക്കെ മറന്നാലും അത് മറക്കില്ല. ഒരുപക്ഷെ നമുക്ക് വീണ്ടും അധികാരത്തിൽ വന്നത് മുഖ്യമന്ത്രി അല്ല, അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. ആ രാഷ്ട്രീയത്തിനാണ് മാറ്റം വരണം എന്ന് പറഞ്ഞത്. കാരണം ഈ ഇക്കിലിടുന്ന ചില വിഷയങ്ങൾക്ക് പുറകെ പോകുക, അതുവരെയുള്ളതെല്ലാം മറക്കുകയും അല്ലെങ്കിൽ ഒരു പാരമ്പര്യ അവകാശം പോലെ രാഷ്ട്രീയത്തെ കൈകാര്യമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് വരുന്നത്. ഗതികേടെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഗതികേടാണ്. കാരണം മറ്റൊരു സമൂഹത്തിന് നേരെയായിരുന്നുവെങ്കിൽ അവരിങ്ങനെ വോട്ട് ചെയ്യില്ല. ഇപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമയം, പ്രവൃത്തി സമയം മാറ്റുമ്പോൾ അങ്ങനെ ഓരോ വിഷയത്തിനും സമസ്തയ്ക്ക് മുന്നിൽ കിടന്ന് ഏത്തോടുകയാണ്. അതേ ആളുകളാണ് അയ്യപ്പ ഭക്തന്മാരോട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം മുഴുവൻ കാട്ടിക്കൂട്ടിയത്. അന്നെടുത്ത കേസുകളിലൊക്കെ ഞങ്ങളൊക്കെ 100 കണക്കിന് കേസുകളിലാണ് പ്രതി. അത്തരം കേസുകളൊക്കെ കള്ളക്കേസുകൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം ഇപ്പോഴും സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് കൊടുത്ത സത്യവാങ്മൂലം അവിടെ നിലനിൽക്കുമ്പോൾ എന്തർത്ഥത്തിലാണ് ഇവിടെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്? അവർക്ക് അതിനുള്ള അർഹത എന്താണ്? അപ്പോൾ അതുകൊണ്ടത് സതുദ്ദേശമല്ല അതിൻ്റെ പിന്നിലുള്ളത് എന്ന് തന്നെ ഞങ്ങൾ ഭയക്കുന്നു.